ഇന്ത്യയിലെ സന്നദ്ധ സംഘടനകളുടെയും ന്യൂനപക്ഷ സ്ഥാപനങ്ങളുടെയും പ്രത്യേകിച്ച് ദളിത് ആദിവാസി മേഖലകളിൽ പ്രവർത്തിക്കുന്ന ക്രൈസ്തവ മിഷണറിമാരുടെയും പ്രവർത്തന സ്വാതന്ത്ര്യത്തിനുമേൽ കരിനിഴൽ വീഴ്ത്തുന്ന ഒന്നാണ് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പുതിയ FCRA ഭേദഗതി ബിൽ 2026. വിദേശ ഫണ്ടുകൾ സ്വീകരിക്കുന്നതിൽ അതിശക്തമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്ന ഈ നിയമം കേവലം സാമ്പത്തിക സുതാര്യത ലക്ഷ്യം വെച്ചുള്ളതല്ലെന്നും മറിച്ച് വലിയൊരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണെന്നും വ്യാപകമായി ആരോപണങ്ങൾ ഉയരുന്നു. ഈ വിഷയത്തിൻ്റെ ആഴവും പരപ്പും നമുക്ക് പരിശോധിക്കാം. എന്താണ് FCRA പുതിയ ബില്ലിലേക്ക് ട്രാപ്പ്? വിദേശ സഹായങ്ങൾ സ്വീകരിക്കുന്നതും വിനിയോഗിക്കുന്നതും നിയന്ത്രിക്കാൻ 1976 കൊണ്ടുവന്ന നിയമമാണ് FCRA ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട്. വിദേശ പണം ഉപയോഗിച്ച് രാജ്യത്തിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് തടയുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. എന്നാൽ പുതിയ ഭേദഗതികൾ ഈ നിയമത്തെ കർശനമാക്കി മാറ്റുന്നു. ഈ ബില്ലിലെ ഏറ്റവും വലിയ ഭീഷണി ഒരു സംഘടനയുടെ രജിസ്ട്രേഷൻ റദ്ദാക്കപ്പെട്ടാൽ അവരുടെ ആസ്തികൾ കണ്ടുകെട്ടാനുള്ള അധികാരമാണ്. നൂറ്റാണ്ടുകളായി ഒരു പ്രസ്ഥാനം പടുത്തുയർത്തിയ കെട്ടിടങ്ങൾ, സ്കൂളുകൾ, ആശുപത്രികൾ, വസ്തുവകകൾ, ഫണ്ട് എന്നിവയെല്ലാം സർക്കാർ നിയമിക്കുന്ന അതോറിറ്റിയുടെ നിയന്ത്രണത്തിലാവും. ഇത് സംഘടനകളെ എപ്പോഴും ഭരണകൂടത്തെ ഭയന്ന് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു കെണി ആണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. മറ്റൊരു പ്രധാന നിയന്ത്രണം ഭരണപരമായ ചെലവുകൾക്ക് വിദേശ 20% മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നതാണ്. ഇത് വലിയ സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് പ്രായോഗികമായി വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. ഇന്ത്യയിലെ ദളിത് ആദിവാസി മേഖലകളിൽ നൂറ്റാണ്ടുകളായി ക്രൈസ്തവ മിഷണറിമാർ നടത്തുന്ന പ്രവർത്തനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. സർക്കാർ സംവിധാനങ്ങൾ പോലും എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുന്ന ഉൾനാടൻ ഗ്രാമങ്ങളിൽ വിദ്യാലയങ്ങളും ആശുപത്രികളും സ്ഥാപിച്ചത് മിഷണറിമാരാണ്. വിദ്യാഭ്യാസത്തിലൂടെയുള്ള ശാക്തീകരണം ഈ ജനവിഭാഗങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ സഹായിച്ചു. ഒരു പ്രധാന നിരീക്ഷണം ഈ വിദ്യാഭ്യാസമാണ് കേന്ദ്ര സർക്കാരിനെയും സംഘപരിവാരനെയും ഭയപ്പെടുത്തുന്നതാണ്. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം. ഇംഗ്ലീഷ് പഠിച്ചപ്പോൾ അവർക്ക് അവകാശങ്ങളെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചും ബോധമുണ്ടായി. ഇത് തടഞ്ഞാൽ മാത്രമേ പഴയ ജാതി വ്യവസ്ഥയിലേക്ക് സമൂഹത്തെ തിരിച്ചു കൊണ്ടുപോകാൻ സാധിക്കൂ എന്ന് നിരീക്ഷകർ വാദിക്കുന്നു. നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ സംഘപരിവാറിന് സ്വാധീനം കുറയാൻ കാരണം അവിടുത്തെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസമാണെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു. നേരത്തെ ഉന്നത ജാതിക്കാർ മാത്രം കൈവശം വെച്ചിരുന്ന സിവിൽ സർവീസ് ഉൾപ്പെടെയുള്ള സർക്കാർ ജോലികൾ വിദ്യാഭ്യാസം നേടിയതോടെ ദളിത് പിന്നോക്ക വിഭാഗങ്ങൾക്ക് ലഭിച്ചു തുടങ്ങി. ഇത് ഫോർവേഡ് കാസ്റ്റുകൾക്കിടയിൽ തൊഴിലില്ലായ്മയും ഭീതിയും ഉണ്ടാക്കിയെന്നും ഇതാണ് പുതിയ നിയന്ത്രണങ്ങൾക്ക് പിന്നിലെന്നും അവർ നിരീക്ഷിക്കുന്നു. ഈ ബില്ലിനെ ന്യായീകരിക്കാൻ കേന്ദ്രമന്ത്രിമാർ സഭയിൽ ഉന്നയിക്കുന്നത് രാജ്യസുരക്ഷയും മതപരിവർത്തന ആരോപണവുമാണ്. വിദേശ ഫണ്ട് ഉപയോഗിച്ച് നിർബന്ധിത മതപരിവർത്തനം നടക്കുന്നുണ്ടെന്നും അത് തടയാനാണ് നിയമമെന്നും അവർ വാദിക്കുന്നു. എന്നാൽ ഇതൊരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണെന്ന് പലരും കരുതുന്നു. ന്യൂനപക്ഷ സ്ഥാപനങ്ങളെ സംശയ നിഴലിലാക്കി ഭൂരിപക്ഷ വോട്ടുകൾ സമാഹരിക്കാനുള്ള ധ്രുവീകരണ തന്ത്രമാണിതെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നു. ഇവിടെയാണ് പ്രതിപക്ഷം വലിയൊരു രാഷ്ട്രീയ ഇരട്ടത്താപ്പ് ചൂണ്ടിക്കാണിക്കുന്നത്. NGOകൾക്ക് ഇത്രയും കർശന നിയമം കൊണ്ടുവരുന്ന സർക്കാർ രാഷ്ട്രീയ പാർട്ടികൾ വിദേശ ഫണ്ട് വാങ്ങുന്ന കാര്യത്തിൽ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു? BJPയുടെ ഈ നിലപാട് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ളതാണെന്ന് അവർ ആരോപിക്കുന്നു. ആഭ്യന്തര സുരക്ഷയെ മുൻനിർത്തി നക്സൽ ബാധിത മേഖലകളിൽ NGOകൾക്ക് കർശന നിയന്ത്രണം വേണമെന്നാണ് സർക്കാർ വാദിക്കുന്നു. ആദിവാസി ക്ഷേമത്തിനെന്ന പേരിൽ വരുന്ന പണം മാവോയിസ്റ്റ് ഗ്രൂപ്പുകളെ സഹായിക്കാൻ വഴിതിരിച്ചു വിടുന്നു എന്നാണ് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കണ്ടെത്തൽ. ഈ മേഖലയിലെ മനുഷ്യാവകാശങ്ങൾക്കായി ശബ്ദിക്കുന്ന സംഘടനകളെ നക്സൽ എന്ന മുദ്രകുത്തി നിഷിദ്ധമാക്കാനുള്ള നീക്കമാണിതെന്ന് മനുഷ്യാവകാശ പ്രവർത്തകർ ആശങ്കപ്പെടുന്നു. ഛത്തീസ്ഗഡ് പോലുള്ള സംസ്ഥാനങ്ങളിൽ ആദിവാസികൾ ഇപ്പോൾ സംഘടിതമായി പ്രതിഷേധിക്കാൻ തുടങ്ങിയത് ഭരണകൂടത്തെ ഭയപ്പെടുത്തുന്നു. FCRA ഭേദഗതി ബിൽ 2026 കേവലം സാമ്പത്തിക നിയന്ത്രണമല്ല, അത് ഇന്ത്യയുടെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നാണ്. സുതാര്യതയുടെ മുഖംമൂടി അണിഞ്ഞു വരുന്നത് സേവന പ്രവർത്തനങ്ങളെയും ന്യൂനപക്ഷ അവകാശങ്ങളെയും തകർക്കാനാണോ എന്ന് ജനങ്ങൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. സന്നദ്ധ സംഘടനകൾ പ്രവർത്തനം നിർത്തിയാൽ അതിൻ്റെ ആഘാതം അനുഭവിക്കുന്നത് രാജ്യത്തെ പാവപ്പെട്ട സാധാരണക്കാരാണ്. ആത്യന്തികമായി ഈ നിയമ ഭേദഗതികളും അതിനോടനുബന്ധിച്ച രാഷ്ട്രീയ നീക്കങ്ങളും വിരൽ ചൂണ്ടുന്നത് അങ്ങേയറ്റം അപകടകരമായ ഒരു ഭാവിക്കാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇന്ത്യയുടെ വിവിധ ജനവിഭാഗങ്ങളെ തമ്മിലടിപ്പിച്ച് രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ ഒരു വശത്ത് ശ്രമം നടക്കുന്നു. കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യാനികളെ ചേർത്തു പിടിക്കുന്നു എന്ന് വ്യാജ പ്രതീതി സൃഷ്ടിക്കുമ്പോഴും ദേശീയ തലത്തിൽ അവരെ സാങ്കേതികമായി തളയ്ക്കാനുള്ള നീക്കങ്ങളാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ന്യൂനപക്ഷ വിഭാഗങ്ങളായ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിലടിപ്പിക്കുക എന്നത് ഒരു വ്യക്തമായ തന്ത്രമായി മാറുന്നു. ആദ്യഘട്ടത്തിൽ ഒരു വിഭാഗത്തിൻ്റെ അവകാശങ്ങളിൽ കൈകടത്തുകയും പിന്നീട് മറ്റേ വിഭാഗത്തെ ലക്ഷ്യം വയ്ക്കുകയും ചെയ്യുന്ന രീതിയാണ് ഇവിടെ കാണുന്നത്.
ഇതിലൂടെ ന്യൂനപക്ഷങ്ങൾക്കിടയിലെ ഐക്യം തകർക്കാൻ ഭരണകൂടത്തിന് സാധിക്കുന്നു. ഏറ്റവും ഗൗരവകരമായ കാര്യം ന്യൂനപക്ഷ വിഭാഗങ്ങളെയും ദളിത് ആദിവാസി ജനവിഭാഗങ്ങളുടെയും അവകാശങ്ങൾ ഇല്ലാതാക്കാനുള്ള ബോധപൂർവമായ ശ്രമം ഇതിനു പിന്നിലുണ്ടോ എന്നതാണ്. വിദേശ ഫണ്ടിൻ്റെ പേരിൽ നിയന്ത്രണം ഘടിപ്പിക്കുമ്പോൾ ആദിവാസി മേഖലകളിൽ നൂറ്റാണ്ടുകളായി മിഷണറിമാർ നൽകി വരുന്ന സേവനങ്ങളും വിദ്യാഭ്യാസവും ഇല്ലാതാക്കപ്പെടുന്നു. ഇത് ആ ജനതയെ വീണ്ടും പിന്നോക്കാവസ്ഥയിലേക്ക് തള്ളിവിടാനും അവരുടെ നിലനിൽപ്പിനെ തന്നെ ഭീഷണിയിലാക്കാനും ഇടയാക്കും. സുതാര്യതയെന്ന് മുഖംമൂടി അണിഞ്ഞ് വരുന്നത് ഈ വിഭജന രാഷ്ട്രീയമാണോ എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു.